പ്രാവശ്യം കൂടെ നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. ഈ ക്ലാസ്സിനായിട്ട് വളരെ വില കൊടുത്ത് സമയം കണ്ടെത്തി ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുറച്ചുപേരൊക്കെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു നിർത്തിയ കാര്യം ഒന്ന് പറയാവോ? കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾ 4 പോയിന്റ് പറഞ്ഞു. 4 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതില് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കൗൺസിലർ പാസ്റ്ററുടെ യോഗ്യതകൾ, the qualifications of a counselor pastor. കൗൺസിലർ പാസ്റ്ററുടെ യോഗ്യതകൾ. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത കഴിവുകളുള്ള ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ മേഖലകളിൽ അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാവീണ്യതയും കഴിവും ദൈവം നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ലേബർ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കൂലിപ്പണികൾ ചെയ്യുന്നവരുണ്ട്, കൃഷിക്കാരുണ്ട്, മറ്റ് ഇതര ബിസിനസ് കച്ചവടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്. അപ്പോൾ തന്നെ മറ്റ് നിലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കഴിവുകൾ പുലർത്തുന്ന വ്യക്തികളുണ്ട്, സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷകരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, കർത്താവിന്റെ വേല വ്യത്യസ്തപരമായ രീതിയിൽ ചെയ്യുന്ന ദൈവം കൊടുത്ത കൃപയ്ക്കും കഴിവിനും ഒത്തവണ്ണം ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് ആ മേഖലയിൽ സേവനമനുഷ്ഠിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള യോഗ്യതകളും അതിനുള്ള കഴിവുകളും ഉണ്ടായിരിക്കും. ഒരു കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് ബലിഷ്ഠമായിട്ടുള്ള കരങ്ങളും ശരീരവും അവർക്ക് ദൈവം നൽകിയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ആ ജോലി വളരെ ടെക്നിക് പരമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവും അവർ ആർജിച്ചിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ജോലിക്ക് വിളിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ മേഖലകളിലും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതിലും സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ജനറൽ ഡോക്ടർ ഉണ്ട്, മറ്റ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഓരോ വിഭാഗത്തിനും പ്രാവീണ്യത ലഭിച്ചവരെ നമുക്കതിൻ്റെതായുള്ള സഹായം നേടാനായിട്ട് അല്ലെങ്കിൽ ലഭ്യമാകാനായിട്ട് നമ്മൾ ചെല്ലും. എന്നാൽ ഈ ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ കൗൺസിലർ പാസ്റ്ററുടെ യോഗ്യതകൾ എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട്. കൗൺസിലർ പാസ്റ്ററുടെ യോഗ്യതകൾ. ഒന്നാമതായിട്ട് ഒരു കൗൺസിലർ പാസ്റ്റർ അറിഞ്ഞിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയിൽ കൗൺസിലർ പാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തീയ കൗൺസിലർക്കുള്ള യോഗ്യത എന്നുള്ളതാണ് വരുന്നത്. എ ക്വാളിഫിക്കേഷൻ ഓഫ് ക്രിസ്ത്യൻ കൗൺസിലർ, അല്ലേ? അപ്പോ അതൊരു പാസ്റ്റർ ആകാം, സുവിശേഷ വേല ചെയ്യുന്ന ഒരു സുവിശേഷകനാകാം. അതേ തന്നെയാണ് ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടാകേണ്ടുന്ന യോഗ്യതകളാണ്. ഒന്ന്, ഒരു കൗൺസിലർ പക്വതയുള്ള ആളായിരിക്കണം. എ കൗൺസിലർ ഷുഡ് ബി എ പേഴ്സൺ വിത്ത് മെച്യൂരിറ്റി. കൗൺസിലർ പക്വതയുള്ള വ്യക്തിയായിരിക്കണം, പക്വതയുള്ളതായിരിക്കണം. ഇത് മെച്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ കൗൺസിലർക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പക്വത ഒരു കൗൺസിലർക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 3 വിധത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു പക്വത ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആവശ്യമാണ്. നമ്മൾ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാം അല്ലെങ്കിൽ
മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു വ്യക്തി പ്രധാനമായിട്ട് 5 ഘടകമുണ്ട് അല്ലേ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഓക്കെ, എന്നിങ്ങനെ 5 ഘട്ടം ഒരു മനുഷ്യ ജീവിതത്തിലുണ്ട്. അതിൽ തന്നെ ശൈശവം എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫാൻ അല്ലെ, ഒരു ശിശു ഭാഗം, അല്ലെങ്കിൽ ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അല്ലെ, ഇൻഫാന്റ്. പിന്നെ 2 മുതൽ 4-5 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയും. ഓക്കെ, ബാല്യം അല്ലെങ്കിൽ മധ്യ ബാല്യം എന്ന് പറയും. 6 മുതൽ 9 അല്ലെങ്കിൽ 10-11 വയസ്സ് വരെ നമുക്ക് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓരോ വിഭാഗത്തിലും 3 വ്യത്യസ്ത ഇയർലി, മിഡിൽ, അഡൽട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ മനുഷ്യന്റെ ശാരീരിക ഘടന അനുസരിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് 16-15 വയസ്സാകുമ്പോഴേക്കും മാനസികമായിട്ടുള്ള പക്വത പ്രാപിച്ചിരിക്കുമെന്നാണ് മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് മാനസിക വളർച്ചയിൽ എത്തുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് 15-16 വയസ്സിലെത്തുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് എത്തുന്നുവെന്നും, അപ്പോൾ തന്നെ 25 വയസ്സാകുമ്പോൾ പൊതുവെ ശാരീരികമായിട്ടുള്ള പക്വതയും ഒരു മനുഷ്യനിൽ എത്തിച്ചേരുന്നുവെന്ന് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മാനസികമായ പക്വത ലഭിച്ചാലും ശാരീരികമായിട്ടുള്ള പക്വത ഒരു മനുഷ്യനിൽ എത്തിച്ചേർന്നാലും ആത്മീയമായിട്ടുള്ള ഒരു പക്വത എത്താത്ത വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ? അപ്പൊ ഇവിടെയാണ് ഒരു ക്രിസ്തീയ കൗൺസിലറിന്റെ പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, ഇവിടെയാണ് ഒരു ക്രിസ്തീയ കൗൺസിലർ പക്വതയുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒന്നാമത്തെ യോഗ്യതയായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു ക്രിസ്തീയ കൗൺസിലർ പക്വതയുള്ള വ്യക്തി ആയിരിക്കണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ ഒന്ന് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പക്വത ഒരു കൗൺസിലറിന് അല്ലെങ്കിൽ കൗൺസിലിംഗ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരുപക്ഷെ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ വളർച്ചയിലെത്തിയ ആളാണെങ്കിൽ പോലും ആത്മീയമായിട്ടുള്ള ഒരു പക്വത പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തികൾ സഭയിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികളാണ് സഭയിൽ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായി തീരുന്നതും അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഒരു ക്രിസ്തീയ കൗൺസിലർ എന്ന നിലയിൽ ഒരു സഭയിലുള്ള അല്ലെങ്കിൽ 50 വിശ്വാസികളുണ്ടെങ്കിൽ 50 പേരും ഒരേ മാനസികമായിട്ടുള്ള അവസ്ഥയിലുള്ളവരായിരിക്കുകയില്ല. 50 പേർക്കും 50 വിധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലെ? ഒരു ഭവനത്തിൽ നിന്ന് കടന്നു വരുന്നവരാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികൾ വ്യക്തികളെ ബാധിക്കും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളുണ്ട്. ഓരോ സ്വഭാവ രീതിക്കും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും അതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിക്കാനായിട്ട് ഇടയായി. കൗൺസിലിങ്ങിന്റെ തത്വങ്ങൾ എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി. അപ്പോ അവർ തങ്ങൾക്കും തന്നെയും തങ്ങളുടെ സഭകൾക്കും പ്രശ്നക്കാരാക്കി. അപ്പൊ കൊരിന്ത്യ സഭയിൽ നമ്മൾ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 3 വേഴ്സ് 1. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താണ് അവിടെ അതിൽ അർത്ഥമാക്കുന്ന ഒരു ഘടകം? ആത്മീയമായിട്ടുള്ള ഒരു പക്വത ആർജിക്കാത്തൊരു അവസ്ഥയാണ് അല്ലെ? നിങ്ങളോട് ഇവിടെ വായിക്കുന്നു, ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ.
രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഭക്ഷണമല്ല പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലയോ. അപ്പോ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി വരുമ്പോഴറിയാം അല്ലെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ എത്ര പേരുണ്ടെന്നും അല്ലെങ്കിൽ ആത്മീയത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഓക്കെ, അപ്പൊ അവിടെ തികച്ചും ഒരു പക്വതയുടെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എടുത്ത് പറഞ്ഞേക്കുന്നത്. 12-ാമത്തെ വാക്യമായിരിക്കും. ഒന്ന് വായിച്ചാതെ വായിച്ച. ഇത് നാം എഴുതുന്നവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഓക്കെ, അവിടെയാണ് വായിക്കുന്നത്. അതിനു മുമ്പ് നാം വായിക്കുന്ന 5 വിധമായ ശുശ്രൂഷകൾ പറഞ്ഞതിന് ശേഷം ഇത് ചെയ്യേണ്ടതിന്റെ ആ ഒരു പക്വതയോടുകൂടെ ചെയ്യേണ്ടുന്ന ഒരു നിർദ്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു പക്വത ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ക്രിസ്തീയ കൗൺസിലർ പക്വതയുള്ള വ്യക്തിയായിരിക്കണം. ഏതൊക്കെ രീതിയിൽ? മാനസികവും ശാരീരികവും ആത്മീയവുമായ രീതിയിലുള്ള പക്വത ഒരാളിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് ഈ 2 റെഫറൻസ് നമുക്ക് എഴുതി ചേർക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളും നമുക്ക് എഴുതി ചേർക്കാം. അപ്പോ ഒരാൾക്ക് മാനസികമായും വൈകാരികമായും വേണ്ടത്ര പക്വത നേടിയിട്ടുള്ള ഒരാൾക്ക്, അസ്വസ്ഥനായ ഒരു വ്യക്തിക്ക് കൗൺസിലിങ്ങിലൂടെ സ്വസ്ഥതയും സമാധാനവും നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് ഒരു പ്രയാസം പരിഹരിച്ച് ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയി ആ പ്രശ്ന പരിഹാരം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു വരുന്ന വ്യക്തിക്ക് ഒരു ഉപാധി പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അല്ലെ, ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ നമ്മൾ ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികപരമായിട്ടും ഒരു പക്വത നേടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കൗൺസിലിങ്ങിലൂടെ സ്വസ്ഥതയും സമാധാനവും നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഒരു കൗൺസിലർ പക്വതയുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ മെച്യൂർ പേഴ്സൺ ആയിരിക്കണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ എന്താണ് പക്വതയുടെ ലക്ഷണങ്ങൾ? പക്വതയുടെ ലക്ഷണങ്ങൾ ചില പോയിന്റുകളുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. ദൈവത്തിനും പക്വതയുടെ ലക്ഷണങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തിലും മനുഷ്യരിലും തന്നിൽ തന്നെയുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി, ദൈവത്തിലും മനുഷ്യരിലും തന്നിൽ തന്നെയുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി കൈവരുന്ന ദൈവത്തിലും മനുഷ്യരിലും തന്നിൽ തന്നെയുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി കൈവരുന്ന സ്ഥിര ചിത്തതയാണ് പക്വത. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പക്വതയുടെ ലക്ഷണം? ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ദൈവത്തിലും മനുഷ്യരിലും തന്നിൽ തന്നെയുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി കൈവരുന്ന സ്ഥിര ചിത്തതയാണ് പക്വത. അപ്പോ ഇതൊന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ആത്മീയമായിട്ടുള്ള ഒരു പക്വത നേടിയ ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ അവർ വീണുപോകയില്ല അല്ലേ. എന്താ വചനം? യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. എന്ത് തന്നെ പ്രശ്നം വന്നാലും അവർ ചെയ്യും, ഓക്കെ, എന്റെ ദൈവം അറിയാതെ ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിശ്വാസം. അതുപോലെ തന്നെ 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം അല്ലെ, ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും.
അപ്പോൾ അത് നമുക്ക് കാണാതെ പറഞ്ഞു വിടാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മീയമായിട്ടുള്ള പക്വത നേടിയ ഒരു വ്യക്തി പറയും, ദൈവം എന്റെ സങ്കേതവും ബലം. ഓക്കെ, മനുഷ്യൻ എന്നെ എന്ത് തന്നെ പറഞ്ഞോട്ടെ, പക്ഷെ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പൊ അത് ആ പക്വതയുടെ ലക്ഷണമാണ് അല്ലേ? അതാണ് നമ്മൾ ഒന്നാമത്തെ സപ്പോയിന്റ് ആയിട്ട് എഴുതിയത്. ദൈവത്തിലും മനുഷ്യരിലും തന്നിൽ തന്നെയുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി കൈവരുന്ന സ്ഥിരചിത്തതയാണ് പക്വത. ഉദാഹരണമാണെങ്കിൽ 2-3 റെഫറൻസ് നമുക്ക് എഴുതാം. സങ്കീർത്തനം 46:1, 34:1, 125:1 അല്ലേ? അപ്പോ ഇത് തന്നെ നമുക്കൊരു പ്രസംഗ വിഷയമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ് തരുന്നുണ്ട്. ഓരോ പോയിന്റും നമുക്ക് എന്റെ പ്രസംഗം നമുക്ക് പ്രാർത്ഥിച്ച് അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ലക്ഷണം, പക്വതയുടെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, പക്വത നേടിയവർ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നില്ല. പക്വത നേടിയവർ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നില്ല. അപ്പോ ഇതെന്താണ് പറയുന്നത്? ഇതിന്റെ ഉദാഹരണം നമ്മൾ വായിക്കുമ്പോൾ, മറ്റ് മനുഷ്യരിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സഹവിശ്വാസികളിൽ നിന്ന് ചിലപ്പോ നമ്മൾ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോ ഏറ്റവും കൂടുതൽ വിഷമം നമുക്കുണ്ടാകുന്നത് നമ്മൾ പറയാത്ത, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒട്ട് സഹിക്കാൻ കഴിയാത്ത പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരും അല്ലേ? എന്നാൽ പക്വത നേടിയ, ആത്മീയമായ പക്വത പ്രാപിച്ച വ്യക്തികൾ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. സങ്കീർത്തനം 27-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു. എടുത്തവർക്കൊന്ന് വായിക്കാമോ? 27-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഓക്കെ, അവിടെ സങ്കീർത്തനൻ വളരെ കോൺഫിഡന്റോടുകൂടെ, വളരെ ധൈര്യത്തോടുകൂടെ, സധൈര്യം പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? യഹോവ എന്റെ വെളിച്ചമായിരിക്കുന്നിടത്തോളം കാലം, എന്റെ രക്ഷയുമാകുന്നിടത്തോളം ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെയും പേടിക്കുകയില്ല. ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ, 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സൈന്യം തന്നെ എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ളത്. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ അത് ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാക്കും. ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ സങ്കീർത്തനം പ്രബോധിപ്പിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളായിരിക്കാം. പക്ഷെ ആ പർട്ടിക്കുലർ വേഴ്സ്, 3-ാമത്തെ വാക്യം, ഒരു സൈന്യം തന്നെ എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും, വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന അല്ലെ? അപ്പോ അത്രയും മാത്രം ഉള്ള ഒരു ഉറപ്പാണ് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കാര്യം അല്ലെ? എന്നാൽ വായിക്കുന്നു, പക്വത നേടിയ പ്രതിസന്ധികൾ തളർന്നു പോകുകയില്ല. 10-ാമത്തെ വാക്യത്തിൽ, 10-ആണോ? 10-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ ജീവിത പങ്കാളിയോ, മക്കളോ, അതുപോലെ തന്നെ സഹോദരങ്ങളോ അകന്നു പോയാലും ഉപേക്ഷിച്ചാലും ദൈവവചനത്തിന്റെ പക്വത ആർജിച്ച വ്യക്തി പ്രതിസന്ധികൾ തളർന്നു പോകാതെ ഉറപ്പോടുകൂടെ നിൽക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് 27-ാം സങ്കീർത്തനം. ഓക്കെ, 3-ാമത്തെ പക്വതയുടെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്പർ 3, ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ തന്നോടൊപ്പം നിൽക്കുന്നവർക്ക്
തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയും. ഇത് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സഭകളിലൊക്കെ അങ്ങനെയുള്ള വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിശ്വാസികളും ഉണ്ടല്ലേ, സഹപ്രവർത്തകരും ഉണ്ട്. ഒരു രോഗത്ത് പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ കഴിയും അല്ലേ. അയ്യോ നിങ്ങൾക്ക് എന്തോ അസുഖം? എനിക്ക് ശ്വാസം മുട്ടല, ചെറിയ ചെസ്റ്റിന് ഇച്ചിരി വേരിയേഷൻ ഉണ്ടെന്നാ ECG എടുത്തപ്പോൾ. അയ്യോ സെയിം അസുഖമായിരുന്നു നമ്മുടെ വീടിനടുത്തും, ആളങ്ങ് മരിച്ചു പോയി കേട്ടോ എന്ന് പറയുമ്പോ നാളെ മരിക്കേണ്ട വ്യക്തി ഇന്നേ അങ്ങ് മരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട്, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ അറിഞ്ഞൂടാ എങ്കിലും അവരെ നമുക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാൻ കഴിയും അല്ലേ. അതാ. അപ്പോൾ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി തികച്ചും ഒരു ആത്മീയ പക്വതയുടെ ലക്ഷണം പ്രാപിച്ച വ്യക്തിയായിരിക്കും. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 13 and 14, 13-14. പുറപ്പാട് 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. പല സാഹചര്യങ്ങളിലും ഇസ്രായേൽ മക്കൾ പ്രതിസന്ധി വരുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുന്നതിന് പകരം ദൈവത്തിലെ ദാസന്മാരായ മോശയോടും അഹരോനോടും നേരെ പിറുപിറുക്കുന്ന അവസ്ഥകളാണ് അല്ലേ. ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. അവിടെ നാം ബൈബിൾ വായിക്കാൻ കഴിയുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങൾ കണ്ടു, ഞാൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്രൈമിലായിരുന്നപ്പോൾ അവർ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലെ, നിലവിളിച്ചു. എന്നാൽ ദൈവം അവരെ രക്ഷിപ്പാനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അയച്ചു. വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർ മറന്നു പോകുന്നല്ലേ. പിന്നെ സാഹചര്യങ്ങളെ പഴിചാരികയാണ്. പിന്നെ കൊണ്ടുവന്നവരെ മോശം പറയുകയാണ്, നീ ഞങ്ങളെ കൊല്ലാനായിട്ടാണോ ഈ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നത് അല്ലേ. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ഞങ്ങൾ ഒത്തിരി നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് തന്നെ അവിടെ പറയുന്നു അല്ലേ. അപ്പോ എന്നാലും മോശ ആ ദൈവത്തോട് നിന്ന് പ്രാപിച്ച പക്വത കൈവിടിയുന്നില്ല. അവരോട് പറയുന്ന ഒരു ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഓക്കെ. അപ്പോ നമ്മെ പ്രതിസന്ധികളിൽ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ് അല്ലെ. ഈ വചനങ്ങൾ തക്ക സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ചിന്താമണ്ഡലങ്ങളിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആത്മീയമായ പക്വതയുടെ ലക്ഷണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 27-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഓക്കെ. അപ്പോ അവിടെ ഒരു കപ്പൽ ഛേദം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായ സമയത്ത് ജനങ്ങൾ നിലവിളിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ധൈര്യം പറഞ്ഞു കൊടുക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണം അല്ലെ. ദൈവജനത്തിലൂടെ
ഇനി എന്ത് തന്നെ ആണെങ്കിൽ പോലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ദൈവം തന്ന, നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ശോധനയാണ് എന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധിയിലും അവർ പരിഹാര മാർഗം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ആത്മീയ പക്വതയുടെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ആത്മീയ പക്വതയുടെ നാലാമത്തെ ലക്ഷണം വിശപ്പ്, ദാഹം, വിശപ്പ്, ദാഹം, ലൈംഗിക മോഹം തുടങ്ങിയ പ്രാകൃത വികാരങ്ങൾ സൃഷ്ടിക്കുന്ന, വിശപ്പ്, ദാഹം, ലൈംഗിക മോഹം തുടങ്ങിയ പ്രാകൃത വികാരങ്ങൾ സൃഷ്ടിക്കുന്ന സംഘർഷത്തിൽ ഉറച്ചു നിൽക്കും. സൃഷ്ടിക്കുന്ന പറഞ്ഞ എന്നാ പറഞ്ഞു സാറേ? പ്രാകൃത വികാരങ്ങൾ സൃഷ്ടിക്കുന്ന സംഘർഷത്തിൽ ഉറച്ചു നിൽക്കും. ഏതാണ്? വിശപ്പും ദാഹവും ഒക്കെ പ്രാകൃത വികാരങ്ങളാണോ സൃഷ്ടിക്കുന്നത്? ഓക്കെ, അത് പറയാം, ഞാൻ പറയാം, അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, അപ്പോ ഞാൻ പറയാം. വിശന്നിരിക്കുന്ന ഒരു വ്യക്തി കണ്ണിൽ കാണുന്ന എന്തും എടുത്ത് കഴിക്കത്തില്ല, അല്ലേ? അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ കഴിക്കുകയുള്ളൂ, അല്ലേ? അപ്പോ ഈ ആഫ്രിക്കൻ വനാന്തരം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പോയിട്ടില്ല. ഈ മനുഷ്യനെയൊക്കെ പിടിച്ച് തിന്നുന്ന ആൾക്കാരുണ്ടെന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ എത്ര നമ്മൾ വിശന്നിരുന്നാലും എന്താണ് കഴിക്കേണ്ടത് അതേ കഴിക്കുകയുള്ളൂ, അല്ലേ? അതുപോലെ നമ്മൾ ദാഹിച്ചിരിക്കുന്നു, ഏത് വെള്ളം കണ്ടാലും നമ്മളത് കുടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന ബേസിക് അടിസ്ഥാന കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളത് പോലെ നമുക്ക് മനുഷ്യന് ആരോഗ്യത്തോടും സുഖത്തോടും സമാധാനത്തോടും ജീവിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് വിശപ്പ്, ദാഹം എന്നീ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യന്റെ ഘടനകൾക്ക് അല്ലെങ്കിൽ ഒരു സുഖകരമായ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. വരുമ്പോൾ അതിൽ ഒരു പക്വതയോടുകൂടെ പെരുമാറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെയാണ് ഏത് കാര്യങ്ങളും, അല്ലേ? അപ്പോ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം, നമ്മൾ ഒരു നിയന്ത്രണ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നിയന്ത്രണരഹിത ജീവിതം നയിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സ്വാഭാവികമായിട്ടും ചിലർക്ക് വിശപ്പ് വരുമ്പോൾ ഭയങ്കര കോപം ഉണ്ടാകും. അവർക്ക് കൈ കിട്ടുന്ന എല്ലാം എടുത്ത് എറിയും, അല്ലെ? ഓരോ വ്യക്തികൾക്കും ഓരോതായിട്ടുള്ള രീതിയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം മൗനമായിരിക്കും, അല്ലെ? വളരെ സൈലന്റ് ആയിരിക്കും. അപ്പോ അവിടുത്തെ അമ്മാമ്മയ്ക്ക് അറിയാം അജയന് വിശന്നിട്ടാണ് മൗനമായിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും ചോദിക്കാതെ സമയത്തിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം എന്ന് ചിന്തിക്കും, അല്ലേ? അപ്പൊ ചിലവരാണെങ്കിൽ ഷൗട്ട് ചെയ്യും, ഇതുവരെ ഫുഡൊന്നും റെഡി ആയില്ലേ, രാവിലെ കിച്ചണിൽ പോയതല്ലേ എന്നൊക്കെ, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ആത്മീയ പക്വതയുടെ ലക്ഷണം എന്ന് പറയുന്നത് സ്വഭാവം കൊണ്ടും, 4 5 ഓക്കെ, 1 2 3 1 2 3 4 5 യെസ്, 5-ാമത്തതാണ്. ഓക്കെ, സ്വഭാവം കൊണ്ടും അഭിലാഷം കൊണ്ടും ആദർശം കൊണ്ടും തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോടൊത്ത് സഹിഷ്ണുതയോടെ ജീവിക്കാൻ കഴിയും.
ഒന്നുകൂടെ ഞാൻ പറയാം. സ്വഭാവം കൊണ്ടും അഭിലാഷം കൊണ്ടും ആദർശം കൊണ്ടും തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോടൊത്ത് സഹിഷ്ണുതയോടെ ജീവിക്കാൻ കഴിയും. അപ്പോ ഒരു ഭവനത്തിലാണെങ്കിൽ പോലും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം നിലനിന്ന് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചയിലൂടെയും അല്ലെ സഹിഷ്ണുതാ മനോഭാവത്തിലൂടെയും പരസ്പരം അംഗീകരിക്കുകയും ഒരുമിച്ചുള്ള ഒരു തീരുമാനത്തിൽ അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം ഒരുമിച്ച് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു സക്സസ് ആയിട്ട് ആ കുടുംബം കുറെ നാൾ പോകുമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ആ ഒരു ബന്ധത്തിനൊരു വിള്ളൽ വരും അല്ലേ. അപ്പോൾ ഏത് കാര്യത്തിനും നമുക്കൊരു റോളില്ലല്ലോ എന്ന് കുഞ്ഞുങ്ങളും ചിന്തിക്കും, ഭാര്യയും ചിന്തിക്കും, ഭർത്താവും ചിന്തിക്കും അല്ലേ. അപ്പോൾ അവിടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകാനായിട്ട് കഴിയല്ലേ. എന്നാൽ സഹിഷ്ണുത മനോഭാവത്തോടുകൂടെ പരസ്പരം വിട്ടുവീഴ്ചയോടും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സഭയിലാണെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിലുള്ള വ്യക്തികൾ നമ്മുടെ സഭയിൽ കടന്നു വരാം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉള്ളവരായിരിക്കുകയില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം ഒക്കെ ഇങ്ങനെ തുടങ്ങി നമുക്ക് കാണാൻ കഴിയും അല്ലെ. പ്രായം, ജാതി, നിറം, സംസ്കാരം, ഭാഷ, പ്രത്യേകിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിൽ സുവിശേഷകളുടെ ബന്ധത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദേവദാസന്മാർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം അല്ലെ. നമ്മുടെ സഭകൾ നമ്മൾ കൂടുന്ന കൂട്ടത്തിൽ ജോലി സ്ഥലത്ത് നമ്മുടെ മലയാളികൾ മാത്രമല്ല അല്ലെ, വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത ജാതിക്കാർ, വ്യത്യസ്ത രാജ്യത്തിലുള്ളവരുണ്ടാകും. അവരുടേതായ സ്വഭാവം, സംസാര രീതി ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അവരോടൊപ്പം നമ്മൾ ഒരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ, പെരുമാറാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോ അവിടെ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം ഒരു വചനമുണ്ട്. 10-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കാം. ആ 35-36 എബ്രായർക്കെഴുതിയ ലേഖനം 36-ാമത്തെ വാക്യമാണ്. ഓക്കെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ. അപ്പോ ഒന്നുകൂടെ പറയാം സാറേ. പറഞ്ഞേക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം എബ്രായർ 10-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യമാണ് ഇപ്പൊ വായിച്ചു കേട്ടത്. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. അത് ആത്മീയ പക്വതയുടെ മറ്റൊരു ലക്ഷണമാണ്. ഇനി 6-ാമത്തെ ഒന്നുകൂടെ ഉണ്ട്. 6-ാമത്തെ പോയിന്റ് നമുക്ക് എഴുതാം. പക്വത നേടിയ വ്യക്തി തന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ശരിയായ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. പക്വത നേടിയ ഒരു വ്യക്തി തന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ശരിയായ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. ആത്മീയ കുളത്താണെങ്കിൽ ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, ചിലർക്ക് കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ വളരെ ക്രമീകൃതമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവായിരിക്കാം, ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ സംഘടിപ്പിക്കാനുള്ള കഴിവായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷം പറയാനായിട്ടുള്ള കഴിവായിരിക്കാം അല്ലെ. ഇങ്ങനെ ചില സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു കഴിവാണ്, ഒരു കൃപയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ദൈവം ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കഴിവുകളെ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ
പ്രധാനമാണ് എൻ്റെ കഴിവുകേടുകളെയും ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ അറിവ്, അല്ലേ? നമ്മുടെ കഴിവുകേടുകളെ സ്വയം മനസ്സിലാക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. അപ്പോ പക്വത നേടിയ ഒരു വ്യക്തി തന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ശരിയായ ഉൾക്കാഴ്ച ഉള്ള വ്യക്തിയായിരിക്കും. അപ്പോ ഒരു കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തി, ഒരു ഹെൽപ്പിന് വരുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഏറെക്കുറെയുള്ള സ്വഭാവ രീതികൾ നമുക്ക് മനസ്സിലാക്കാനും അതിൻ പ്രകാരം നമുക്ക് ആ വ്യക്തിയോട് ഇടപെടുവാനൊക്കെ നമുക്ക് കഴിയും, അല്ലേ? അപ്പോ ചില വ്യക്തി ചില വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞായറാഴ്ച ഓർമ്മിക്കണം, സഹോദര ഇന്ന് ഞായറാഴ്ചയാണ്, തന്നെ പറയണം, അല്ലേ? ഒന്ന് ഫോൺ ചെയ്തോ അല്ലെങ്കിൽ ചെന്ന് പറയണം, അല്ലെങ്കിൽ അന്ന് വരത്തില്ല. അല്ലെങ്കിൽ പാസ്റ്റർ പക്ഷെ മറന്നുപോയാലോ, വിളിക്കാൻ മറന്നുപോയാലോ, ആരാധന കഴിഞ്ഞ ശേഷം ചോദിക്കും, ഇന്ന് കണ്ടില്ലല്ലോ, അയ്യോ ഇന്ന് ഞായറാഴ്ചയായിരുന്നു അല്ലയോ എന്ന് ഉള്ള ചോദിക്കും. അപ്പോൾ ചിലവരെ സംബന്ധിച്ചുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഒന്ന് പുഷ് ചെയ്താലേ വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ആദ്യം തന്നെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള ഉൾക്കാഴ്ച അത്തരത്തിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അപ്പോ ഇത് ഒന്നാമത്തെ പോയിന്റിന്റെ സബ് പോയിന്റ് ആയിട്ട് നമ്മൾ ഈ 6 കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മൾ ആത്മീയ അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക്, പാസ്റ്റർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്. അത് ഒന്നാമത്തെ പോയിന്റ്, ഒരു കൗൺസിലർ പക്വതയുള്ള വ്യക്തിയായിരിക്കണം. അതിന്റെ സബ് പോയിന്റ് ആയിട്ടാണ് എന്താണ് പക്വതയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 6 പോയിന്റ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതാ കടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ന്യായാധിപനായിരിക്കാതെ സഹായിയായിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. ന്യായാധിപനായിരിക്കാതെ, the person should help instead of judging others. ന്യായാധിപനായിരിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ സഹായിയായിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. എന്താണ് ഈ കൗൺസിലിംഗ് ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ കൗൺസിലിംഗ് സെഷനിൽ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു സഹായി ആയിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം എന്ന് പറയുന്നത്, ഇപ്പോൾ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ 2 പക്ഷക്കാരുണ്ടാകും, അല്ലേ? ഒരു ഭാഗത്ത് ശരിയായിട്ടുള്ളവർ കാണാം, ഒരു ഭാഗത്ത് വാദിയും പ്രതിയും ഉണ്ടാകും. അപ്പോ ഒരു കൗൺസിലറിന്റെ റോൾ എന്ന് പറയുന്നത് ശരിയേതാണ് തെറ്റേതാണെന്ന് കണ്ടുപിടിച്ച് ഒരു ജഡ്ജിയുടെ അല്ലെങ്കിൽ ഒരു ന്യായാധിപന്റെ റോളല്ല അവിടെ ചെയ്യേണ്ടത്. മറിച്ച് ചെയ്യേണ്ടത്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കുന്നതിന് പകരം ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് കുറ്റം വിധിക്കലോ വിധി പറയലോ അല്ല. പ്രസ്തുത ഒരുവന് തന്റെ പോരായ്മകൾ മനസ്സിലാക്കി സ്വയം പ്രശ്ന പരിഹാരത്തിൽ എത്തിച്ചേരാൻ ആ വ്യക്തിയെ സഹായിക്കുന്ന ഒരു സഹായിയായിരിക്കുകയാണ് വേണ്ടത്. അതൊരു പ്രധാന ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ ആ സെന്റൻസ് നമുക്ക് എഴുതാം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് കുറ്റം വിധിക്കലോ വിധി പറയലോ അല്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് കുറ്റം വിധിക്കലോ വിധി പറയലോ അല്ല. പ്രസ്തുത ഒരുവന് തന്റെ പോരായ്മകൾ മനസ്സിലാക്കി സ്വയം പ്രശ്ന പരിഹാരത്തിൽ എത്തിച്ചേരാൻ ഒരുവന് തന്റെ പോരായ്മകൾ മനസ്സിലാക്കി സ്വയം പ്രശ്ന പരിഹാരത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്
കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സഹായിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് കൗൺസിലിംഗ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ന്യായാധിപനായിരിക്കാതെ സഹായിയായിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം, അല്ലെ? എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കണ്ടുപിടിച്ച് ഒരു ന്യായാധിപൻ ഒരു വിധി പ്രഖ്യാപിക്കാതെ, കൗൺസിലിംഗ് എന്ന് പറയുന്നത് കുറ്റം വിധിക്കലോ വിധി പറയലോ അല്ല, പ്രസ്തുത ഒരുവനെ തന്റെ പോരായ്മകൾ മനസ്സിലാക്കി സ്വയം പ്രശ്ന പരിഹാരത്തിൽ എത്തിച്ചേരാൻ, അതാണ് വേണ്ടത്. അത് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പരിഹാരം ഒരിക്കലും ഒരു കൗൺസിലർ അല്ല നൽകുന്നത്, അല്ലെ? ആ വ്യക്തി തുറന്നു പറയുന്നതിലൂടെ താൻ തന്നെ തന്റെ പ്രശ്നം എന്താണെന്ന് സ്വയം ആക്കുന്നു. അതിനുവേണ്ടി ഒരു കൗൺസിലർ ആ വ്യക്തിയെ കൊണ്ട് തുറന്നു പറയിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. കക്ഷി പറയുമ്പോൾ തന്നെ നമുക്ക് അതിനേക്കാൾ പറയാൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? മൗനമായിരുന്നു കൊണ്ട് ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ കൊണ്ട് തന്നെ പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു രീതിയാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തികച്ചും ഒരു കൗൺസിലറുടെ റോൾ എന്താണ്? ഒരു ഹെൽപ്പറുടെ റോളാണ്, ഒരു സഹായിയുടെ റോളാണ്, അല്ലെ? ഒരു വ്യക്തിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്വത നേടിയ കൗൺസിലർ തന്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും മറ്റൊരാളിന് മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. ഒരുപക്ഷെ ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് റെഡിമെയ്ഡ് ആൻസർ ഉണ്ടായിരിക്കാം, പക്ഷേ അത് എൻ്റെതായിട്ടുള്ള ഇഷ്ടത്താൽ എനിക്കുള്ള പരിഹാര മാർഗമാണ്. പക്ഷെ ആ ഒരു പരിഹാര മാർഗം ഞാൻ മറ്റൊരാളിന് പറഞ്ഞു കൊടുത്ത് ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണ് പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കാം, പിന്നെ അവർ പൂർണ്ണമായിട്ട് വീണ്ടും പ്രതിസന്ധി വരുമ്പോൾ അവരുടേതായിട്ടുള്ള തീരുമാനമല്ലാത്തത് കൊണ്ട് ആ പരിഹാരം അവർക്ക് ഒരിക്കലും പ്രയോജനമായി തീരുകയില്ല എന്നുള്ളതാണ്. അപ്പോ പക്വത നേടിയ കൗൺസിലർ തന്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും മറ്റൊരാളുമേൽ അടിച്ചേൽപ്പിക്കുകയില്ല, മറിച്ച് അവരുടെ നിലപാട് മനസ്സിലാക്കി കഴിവിനനുസരിച്ചുള്ള വേഗത്തിൽ ശരിയായ മാർഗത്തിലൂടെ നയിക്കാൻ അദ്ദേഹത്തെ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കൗൺസിലിന് ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ടാമത്തെ യോഗ്യത. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? കൗൺസിലർ പക്വതയുള്ള ഒരു വ്യക്തിയായിരിക്കണം. 2, ന്യായാധിപനായിരിക്കാതെ സഹായിയായിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഒരു ക്രിസ്തീയ കൗൺസിലർ. 3ാമത്തെ പോയിന്റ്, അനേക വിഷയങ്ങളിൽ അറിവുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പോ അനേക വിഷയങ്ങളിൽ അറിവുള്ള ആളായിരിക്കണം ഒരു കൗൺസിലർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപനം ഒന്ന് ചിന്തിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവ് താൻ പഠിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിരിക്കും, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സിന് അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ സമീപിക്കുന്നത്. അതുപോലെ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ, ഏത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിശ്വാസിയും ആദ്യം ദൈവദാസനോട് അടുത്ത് വരും, അല്ലെ? അവരുടെ പ്രയാസങ്ങൾ ദൈവദാസനോട് പറയും. അപ്പോ അത് പറയുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? അവർക്കൊരു പരിഹാരം അല്ലെങ്കിൽ അതിലൊരു സൊല്യൂഷൻ അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒരു കൗൺസിലർ ജീവിതത്തിന്റെ പല തുറകളിലായിരിക്കുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല തുറകളായിരിക്കുന്നവർ കൗൺസിലിങ്ങിന് എത്തിച്ചേരും അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് സമീപിക്കും. അതുകൊണ്ട് സാമാന്യമായ ലോകജ്ഞാനം, അതുപോലെ തന്നെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഒരു ക്രിസ്ത്യൻ കൗൺസിലറിന് ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് പ്രകൃതിയെക്കുറിച്ചും ഇന്ന് നടക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ആത്മീയമായിട്ട് മാത്രമല്ല മറ്റ് ലോകപരമായിട്ടുള്ള ജ്ഞാനവും ഒരു വിഷയത്തെക്കുറിച്ച് അറിവ് പ്രാപിച്ച
ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ഇവിടെ പറയുന്ന അനേക വിഷയങ്ങളെ കുറിച്ച്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ശരിയായ വ്യായാമം, ശരിയായ ഭക്ഷണ രീതി, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ജീവിത രീതി ഒക്കെ ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. ഇനി കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണല്ലേ, അവർക്കും പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചിലപ്പോൾ അറിവില്ല എന്ന് വന്നേക്കാം. ഒരു പക്ഷേ നമുക്ക് ഈ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികൾ ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല എങ്കിൽ, അറിവില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് ക്ഷമാപണം നടത്തിയിട്ട്, സോറി, എനിക്കിപ്പോ അതിനെക്കുറിച്ച് ആൻസർ പറയാൻ കഴിയുന്നില്ല, ഒന്നുകിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് പിന്നത്തേതിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു മറുപടി തരാം എന്ന് പറയണം അല്ലേ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ബഹുമാനിക്കുകയാണ് അല്ലെ, അവരുടെ വികാരങ്ങളെ, അവരുടെ ഇമോഷനെ നമ്മൾ ബഹുമാനിക്കുകയാണ്. അല്ലാതെ നമുക്ക് ആ പറയുന്ന വിഷയത്തെക്കുറിച്ചൊരു അറിവില്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരുടൻ വഴി കാട്ടുന്നത് പോലെ ആയിരിക്കും അല്ലെ. രണ്ടുപേരും കുഴിക്കകത്ത് വീഴും എന്നതുപോലെയാണ്. അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ ഒന്നുകിൽ നമുക്ക് നമ്മളെക്കാൾ അറിവുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തിയെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച വ്യക്തിയെ അറിവുണ്ട്, അവരെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ തന്നെ പഠിച്ച് സ്വയം മനസ്സിലാക്കി നമ്മളൊരു ടൈം ചോദിച്ച് പിന്നത്തേതിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ വിശ്വാസികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏത് കോഴ്സ് പഠിപ്പിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് സാധ്യത കൂടുതൽ എന്ന് ഉള്ള ഒരു കരിയർ ഗൈഡൻസ് ആയിട്ട്, ഗൈഡൻസ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ദേവദാസിന്റെ അടുക്കൽ വരും അല്ലേ. അപ്പോ ദേവദാസന് ചിലപ്പോ ഓരോ കോഴ്സുകളെ കുറിച്ചും നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വിശ്വാസമുള്ളവർ എന്നെ എന്ത് വിചാരിക്കും, ഇനി നാളെ അവരെന്നെ സമീപിക്കില്ലല്ലോ എന്ന നമ്മുടെ ഒരു സ്വാർത്ഥ മനോഭാവത്തോടുകൂടെ നമ്മൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെ, അവർക്ക് ആദ്യം പാസ്റ്റർ അടുത്ത് പോയപ്പോൾ എനിക്ക് സൊല്യൂഷൻ കിട്ടിയെന്ന സന്തോഷത്തോടെ പോകും. പിന്നത്തേതിൽ അവരെന്ത് ചെയ്യും? മണ്ടനായ പാസ്റ്റർ അടുത്ത് പോയ നേരം കൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ ഈ ചതി എനിക്ക് പറ്റത്തില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കും അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ, പിന്നെ പ്രാവിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കം ഇല്ലാത്തവരും അല്ലെ ആയിരിക്കണം. അപ്പൊ ബുദ്ധിയോടും സൂക്ഷ്മതയോടും ഒക്കെ നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു വാഹനം, വിശ്വാസികൾ വാഹനം മേടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, 4 വീലർ വാഹനം, 2 വീലർ വാഹനം, അപ്പോൾ അവരും ഓടി വന്ന് ചിലപ്പോൾ അവർ നെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് മറ്റുള്ളവരോടൊക്കെ കേട്ട് ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു വാഹനം അവർ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്വാർത്ഥ മനോഭാവമുള്ള ഒരു പാസ്റ്ററാണെങ്കിൽ നിങ്ങൾ ഇന്ന വാഹനം മേടിക്കുക, അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്ത വ്യക്തിയായിരിക്കും അല്ലേ. അപ്പോ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തെറ്റായ ഒരു മിസ്ലീഡിങ്ങിലേക്ക് നയിക്കപ്പെടുമെന്നുള്ളത്. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു അറിവ് പ്രാപിച്ചിരിക്കണം. അത് എല്ലാ മേഖലകളിലും. അതാണ് അനേക വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം ഒരു കൗൺസിലിംഗ്, ഒരു പാസ്റ്റർ, കൗൺസിലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കും. സാറേ, ഇത് 2ാമത്തെ പോയിന്റ് ഏതായിരുന്നു? എന്തായിരുന്നു? 4 പോയിന്റ് പറഞ്ഞു. 4ാമത്തെ പോയിന്റ് ആണല്ലോ പറയുന്നത്. അതിൽ 2ാമത്തെ പോയിന്റ് ചോദിക്കായിരുന്നു. 3ാമത്തെ പോയിന്റ്. 2ാമത്തെ ആയിരിക്കണം. ന്യായാധിപനായിരിക്കാതെ സഹായി ആയിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. 2ാമത്തെ പോയിന്റ് കിട്ടിയായിരുന്നു. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനേക വിഷയങ്ങളിൽ അറിവുള്ള ആളായിരിക്കണം.
അടുത്ത 4-ാമത്തെ പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ശരിയാണല്ലോ? മറ്റുള്ളവരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കുന്നു. ഇനി സംശയമുണ്ടോ? ഇല്ല, ഓക്കെ സർ. ഓക്കെ, ശരി. ഓക്കെ, അപ്പോ മറ്റുള്ളവരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും, അല്ലേ? എല്ലാവരോടും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ചിലവർ വളരെ സൈലന്റ് ആണ്, കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ, വളരെ റിസർവ്ഡ് ടൈപ്പാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരോട് ഒരു വ്യക്തി പെട്ടെന്ന് സംസാരിക്കാനായിട്ട് വരികയില്ല, അല്ലേ? അപ്പോൾ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്തീയ കൗൺസിലർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ, അപ്പോ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരുവനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരുമായി സ്നേഹബന്ധത്തിൽ സൗഹൃദം സ്ഥാപിക്കുവാനും ഒക്കെ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന്റെ അനുകമ്പയും സ്നേഹവും നിറഞ്ഞവർക്ക് മാത്രമേ വിശുദ്ധ വേദപുസ്തകം അധിഷ്ഠിതമായ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഇന്നുവരെയും ഇരുളിൽ വസിക്കുന്നു എന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുന്നത്, അല്ലേ? അപ്പോ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയാം? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അല്ലേ? അപ്പോ ഒത്തിരി നിർവചനങ്ങൾ, ഒത്തിരി വേദവാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 1 കൊരിന്ത്യർ 13:1 മുതൽ 13 വരെയുള്ള വാക്യം അങ്ങനെ വായിക്കുന്നു, അല്ലേ? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും വ്യാഖ്യാനിക്കാനുള്ള കൃപ ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അപ്പൊ ആകെയുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം 13:13 13 മൊത്തം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യമാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നല്ലേ? ഗ്രീക്കിൽ നമുക്ക് കാണാനായിട്ട് ഇറോസ്, ഫിലിയോ, അഗാപ്പെ. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അഗാപ്പെ എന്നാണ്, അല്ലേ? അപ്പൊ ഞാനത് 3 വിധത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. there are 3 kinds of love. 3 വിധ സ്നേഹങ്ങൾ. ഒന്ന് ഇറോസ്, ഗ്രീക്ക് ടേമാണ്, ഗ്രീക്ക് വേർഡാണ് ഇറോസ്. ഈ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറോസ് എന്ന് പറയുന്നത് മോഹത്തിലുള്ള സ്നേഹമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയിൽ ഉളവാകുന്ന സ്നേഹമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമാണ് ഇറോസ്. ഓക്കെ, ഇറോസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമാണ് ഇറോസ്. രണ്ടാമത്തത് ഫിലിയോ. ഈ ഫിലിയോ എന്ന് പറയുന്നത് സഹോദര സ്നേഹത്തിൽ മറ്റുള്ളവരോട് തോന്നുന്ന എല്ലാ അനുകമ്പയും ആത്മാർത്ഥതയും ഊഷ്മളമായ സ്നേഹമാണിത്. അല്ലെങ്കിൽ സഹോദര സ്നേഹം ഒറ്റ സെന്റൻസിൽ എഴുതി കഴിഞ്ഞാൽ, മറ്റുള്ളവർ, നമുക്ക് സഹോദരങ്ങളോട്, നമുക്ക് രക്തബന്ധങ്ങളോട് ഒരു സ്നേഹം ഉണ്ടാകാം. അപ്പോൾ തന്നെ നമുക്ക് ഉപകാരം ചെയ്ത വ്യക്തികളോട് നമ്മളൊരു മാനുഷികമായിട്ടുള്ള പരിഗണന കാണിക്കും, അവരോട് സ്നേഹമുണ്ടാകും. അത്തരത്തിലുള്ള സ്നേഹത്തെയാണ് ഫിലിയോ എന്ന് പറയുന്നത്. മൂന്നാമത്തത് അഗാപ്പെ. ദൈവസ്നേഹമാണിത്. അത് യോഹന്നാൻ 3:16 വായിക്കുന്നു. തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോ ദൈവസ്നേഹമാണ്. പുത്രനെ പോലും ആദരിക്കാതെ നമ്മെ സ്നേഹിച്ചു. അത് കർത്താവിന്റെ സ്നേഹം, അതാണ് അഗപ്പെ.
അത്തരത്തിലുള്ള സ്നേഹമാണ് 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്നത് ഈ അഗപ്പെ ആണ്. അഗപ്പെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗാപ്പെ. ഓക്കെ. നൗ ഒരു ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പാസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു ദൈവസ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ആ സഭയിലുള്ള വ്യക്തികളുമായിട്ട്, തൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികളുമായിട്ട് വളരെ ആത്മാർത്ഥമായ ബന്ധവും ആത്മീയമായിട്ടുള്ളൊരു ഐക്യതയും നിലനിർത്തുകയും അത്തരത്തിലുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കൂടുതലായിട്ട് ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ചില മെത്തേഡുകൾ നമുക്കിവിടെ കാണുന്നു. നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കൽ. എങ്ങനെ നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാം? ചില പോയിന്റുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇതിന്റെ സബ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതായത് 4ാമത്തെ പോയിന്റിന്റെ സബ് പോയിന്റ് ആയിട്ട് നമ്മൾ 1ാമത്തെ എഴുതിയ 3 വിധ സ്നേഹങ്ങളുണ്ട്. ഒന്ന് ഇറോസ്, ഫിലിയോ, അഗാപ്പെ. ഇനി അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ സൗഹൃദ ബന്ധം സ്ഥാപിക്കാം, എങ്ങനെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാം? ചില പോയിന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഭകളിലോ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് വളരെ പ്രചോദനം ചെയ്യും. 1ാമത്തെ പോയിന്റ്, എങ്ങനെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാം. 1ാമത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും താല്പര്യമുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും താല്പര്യമുണ്ടായിരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ 1ാമത്തെ പോയിന്റ്, നല്ലൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ 1ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും താല്പര്യമുണ്ടായിരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും വേണം. ചിലർ പറയും അല്ലേ, ചിലർ നമ്മൾ മറ്റുള്ളവരോട് അന്വേഷണം നടത്തും, എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മൾ പറച്ചില്ലാണ്. പക്ഷെ യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? അവരുടെ പ്രയാസങ്ങൾ കേട്ടിട്ട് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളോട് പറയും, ഓക്കെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അത് മാതാവോ പിതാവോ ആ കുഞ്ഞുങ്ങളോട് പ്രദർശിപ്പിക്കാത്തിടത്തോളം കാലം കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ലക്കിയാണ് അല്ലേ? ഭയങ്കര സ്നേഹമാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ അവരാണ് നമ്മുടെ ഭവനങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലേ? എന്തിനേറെ പറയുന്നു, മെനു പോലും അവരാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ അവര് കഴിപ്പിക്കുള്ളൂ അല്ലേ? അപ്പോ പ്രായമായിട്ടുള്ള ദേവദാസന്മാരും അമ്മമാരും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ അപ്പനും അമ്മമാരുടെ കാലം. പട്ടാള ചിട്ടയോടുകൂടെയൊക്കെ വളർന്നവർ കാണും അല്ലേ? ഇരിക്കട, നിക്കട, പോകട, വാ എന്നൊക്കെ അല്ലേ? പക്ഷെ ഇന്ന് നമ്മളടുത്ത് പറഞ്ഞാല് നീ ആദ്യം പോയിട്ട് വാന്ന് പറയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ കാലം മാറി, അതിൻ്റെതായിട്ടുള്ള രീതി മാറി വന്നുകൊണ്ടെന്നുള്ളതാണ്. അപ്പൊ സുഹൃത്ത് ബന്ധം, ഇപ്പോ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു സൗഹൃദ ബന്ധമാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് 1, 1.5, 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. അപ്പൊ പണ്ടങ്ങനല്ലേ, എന്റെ പിതാവിന്റെ ഫാമിലിയിൽ പപ്പ 10 സഹോദരങ്ങളാണ്. മൂത്ത 2 പേര് മരിച്ചു. അപ്പൊ അവരെ കൂടെ കൂട്ടി 10 സഹോദരങ്ങളാണ്. അവര് പറയുന്നേക്കെ അവര് ഒരു നേരത്തെ ചോറ് കഴിക്കാനായിട്ട് കിട്ടുന്നത് ഓണ സമയത്തിലാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ ഒരു കലണ്ടർ കിട്ടി കഴിഞ്ഞാൽ ഓണം എന്നൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ അങ്ങനെ ആയിരിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ആഹാരത്തിന് എന്ത് കഴിക്കണമെന്നാണ് കൺഫ്യൂഷൻ അല്ലേ? എങ്ങനെ കഴിക്കും എന്നുള്ളത്. ഓക്കെ. അതൊക്കെ വിടാം. അപ്പോൾ നല്ലൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കാനായിട്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും താല്പര്യം ഉണ്ടായിരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും വേണം. 2ാമത്തെ പോയിന്റ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ടായിരിക്കണം.
മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ടായിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കർത്താവ് എന്താ പറഞ്ഞത്? സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിപ്പിൻ, കരയുന്നവരോടൊപ്പം കരവിൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ് സമൂഹത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ കർത്താവ് ധൈര്യം നൽകിയിട്ടുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പക്ഷെ അടുത്ത് പറഞ്ഞു, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അപ്പൊ ആ ഒരു പ്രത്യാശയാണ് നമുക്ക് കഷ്ടങ്ങളിൽ മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ഊർജം നമുക്ക് നൽകുന്നത്, അല്ലേ? നമുക്ക് മുമ്പേ ജയാളിയായിട്ടുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് കുറിച്ച്. അപ്പോ സമൂഹത്തിൽ ചിലപ്പോൾ നാം അനുഭവിക്കുന്നത് പോലെ സന്തോഷം നമ്മുടെ അയൽവാസിയോ നമ്മുടെ സഭാജനങ്ങളോ അനുഭവിക്കണമെന്നില്ല. അപ്പോൾ യഥാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുന്നതും ഏറ്റവും പ്രചോദനമാണ്. അത് അവർക്ക് കൂടുതൽ നമ്മോട് കടപ്പാടും അംഗീകരിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാതാവും ഒരു കുഞ്ഞും എടുക്കുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ എടുത്ത് മാതാവ് മറ്റുള്ളവർ ലാളിക്കാം, അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ലാളിക്കും, ഓക്കെ. പക്ഷേ അമ്മ കുഞ്ഞിന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അതൊക്കെ. പക്ഷെ കുഞ്ഞിനോടൊപ്പം കുറെ സമയം സ്പെൻഡ് ചെയ്ത് ആ കുഞ്ഞിനെടുത്ത് ലാളിക്കുന്നില്ല എങ്കിൽ കുഞ്ഞിന് അമ്മയുടെ സ്നേഹത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുകയില്ല, അല്ലേ? അപ്പോൾ അതുപോലെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഉള്ള ഒരു ഹൃദയം, പൂർണ്ണമായിട്ട് ഹൃദയംഗമായി സ്നേഹിക്കാനായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ്, കളങ്കവും കലവറയുമില്ലാതെ സംസാരിക്കണം. കളങ്കവും കലവറയുമില്ലാതെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടല്ലേ? കളങ്കവും കലവറയുമില്ലാതെ. അപ്പോ നിഷ്കളങ്കമായിട്ട്, അല്ലെ? അതിൽ ഒരു പോയിന്റ് പോലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ മനസ്സിൽ വച്ചോ ഒന്നും സംസാരിക്കരുത്. നല്ല കറ തീർന്ന അല്ലെങ്കിൽ നല്ല സുതാര്യമായിരിക്കണം, നമ്മുടെ സംസാരത്തിൽ സുതാര്യമായിരിക്കണം, ഓപ്പൺ ആയിട്ട് എല്ലാവരോടും കളങ്കമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ആ ഒരു രീതി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയുകയില്ല. കേൾക്കുന്നവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യും, അല്ലെ? നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ജനത്തെ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആരാണെന്ന് അല്ലെങ്കിൽ അവരുടേതായും സ്വഭാവ രീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. അല്ലെങ്കിൽ പറഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് പുഞ്ചിരിയോടും പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആദരവോടും കൃത്യമായ മധുരമായ സംസാരം കഴിയണം. അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ വെളിച്ചം കൊടുക്കും, അല്ലെ? പുഞ്ചിരിച്ച മനോഭാവത്തോടും സൗഹൃദത്തോടും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മർക്കടമുഷ്ടി സ്വഭാവം പാടില്ല. മർക്കടമുഷ്ടി സ്വഭാവം പാടില്ല. എന്ന് പറഞ്ഞാൽ ചിലർ പറയത്തില്ലേ, ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, പിന്നെ ഒരു അപ്പീലില്ല, അതിനൊരു മാറ്റം ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശി സ്വഭാവം നല്ലൊരു സുഹൃത്ത് ബന്ധത്തെ അത് ബാധിക്കും. അപ്പോൾ ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യത്തെക്കാൾ കൂടുതൽ ഗൗരവതയോടുകൂടി ആയിരിക്കാം നമ്മുടെ സുഹൃത്ത് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനല്പം ഒന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാക്കി ഉചിതമായിട്ടൊരു തീരുമാനം എടുത്തുവെന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ട് വിട്ടുവീഴ്ച മനോഭാവത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പരസ്പരം അഭിനന്ദിക്കണം. അവരുടേതായിട്ടുള്ള അഭിവൃദ്ധിയിൽ ഉയർച്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ അഭിനന്ദിക്കണം, മറ്റുള്ളവരെ അഭിനന്ദിക്കണം. ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട്, ഓക്കെ, ഇത് നല്ല ഡ്രസ്സാണ്,
നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ഈ ഡ്രസ്സിൽ നിങ്ങളെ കാണാൻ നല്ലതായിരിക്കുന്നു, അല്ലെ ഒരു അഭിനന്ദിക്കാം, അല്ലേ? അഭിനന്ദിക്കാം. നല്ലൊരു വാഹനം മേടിച്ചു, ഓക്കെ, അത് നമ്മൾ അയ്യോ ഇത് എത്ര രൂപയായി, എവിടെ നിന്ന് മേടിച്ചു, ഇത്ര രൂപ കൊടുക്കണമെങ്കിൽ മറ്റേ വാഹനം മേടിക്കാമായിരുന്നല്ലോ, അത് ഇച്ചിരിയുടെ മൈലേജ് ആണല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ചിലപ്പോൾ അവർ ചിന്തിച്ചും പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു വാഹനം എടുക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ എന്ത് കാര്യം. അപ്പോൾ നമ്മൾ അവരോട് എന്ത് ചെയ്യണം? അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും, അഭിനന്ദിക്കുകയും പിന്നെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യണം. ഏത് സമയത്തും അല്ല, കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ ജീവിതം നടന്നു കഴിയുമ്പോൾ. അങ്ങനെ അത്തരത്തിൽ നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയും. ഓക്കെ, അടുത്ത പോയിന്റ്, സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും മേന്മകളെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക്, എന്റെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കും എല്ലാ സെന്റൻസിലും, അല്ലേ? അപ്പൊ അത് ചിലപ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് അയ്യോ ഒരു ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ ഉള്ള വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കാനായിട്ട് സാധിക്കും. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും മേന്മകളെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല. മറിച്ച് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരെ അല്ലെങ്കിൽ പൊങ്ങച്ചത്തോടുകൂടെ സംസാരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയേണ്ടത് മറ്റുള്ളവരാണ്, അല്ലേ? അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്താനും പ്രശംസിക്കാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും പറയും. എത്ര പോയിന്റ് ആയിട്ടുണ്ട്? 6 ആണോ 7 ആണോ? 6. അപ്പോൾ ഒരു പോയിന്റ് കൂടെ നമുക്ക് ചിന്തിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാലും ഒരു പോയിന്റ് കൂടെ. ഓക്കെ, മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങളിൽ സഹായിക്കുകയും അവരുടെ ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ 7 വിധമായ കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, മറ്റുള്ളവർ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും താല്പര്യം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കണം. 3, കളങ്കവും കലവറയും ഇല്ലാതെ സംസാരിക്കണം. 4, മർക്കടമുഷ്ടി സ്വഭാവം പാടില്ല. 5, അവസരം കിട്ടുമ്പോഴൊക്കെ സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്തുവായിരുന്നു? സ്വന്തം നേട്ടങ്ങളെ കുറിച്ചും അഭിവൃദ്ധിയെ കുറിച്ചും ഒന്നും പറയരുത്. സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് പറയുന്നത്. 6-മത്തേത് മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങളിൽ സഹായിക്കുകയും, അതാണോ? ആറാമത്തെ സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നുള്ള. അതെ. 7-മത്തതാണ്. ഓക്കെ, മറ്റുള്ളവരുടെ ദോഷങ്ങളെ കുറിച്ച് സംസാരിക്കാതെ അവരുടെ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കണം. അപ്പോ തെറ്റും കുറവില്ലാത്ത ആരും തന്നെ ഇല്ല ഭൂമിയിലില്ല, അല്ലേ? അപ്പൊ വിശുദ്ധ വേദപുസ്തകം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പോ തെറ്റും കുറവില്ലാത്ത ഏതൊരു വ്യക്തിയും ഭൂമിയിലില്ല. എന്നാൽ അവരുടെ ഗുണങ്ങളെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് മറ്റുള്ളവരുമായിട്ട് സ്ഥാപിക്കാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് വേണോ അതോ കണ്ടിന്യൂ ചെയ്യാമോ? എന്തിനാണെങ്കിലും ഞാൻ റെഡിയാണ്. ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പം ബ്രേക്ക് എടുക്കാം. ഇനിയിപ്പോ ലിങ്ക് നഷ്ടപ്പെട്ടു പോവോ അറിയത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ലായിരിക്കും, അല്ലേ? ഒരു നല്ലൊരു ക്രിസ്ത്യ കൗൺസിലർ ആയിരിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തത്, നല്ല പക്വതയുള്ള ഒരു കൗൺസിലർ പക്വതയുള്ള വ്യക്തിയായിരിക്കണം. 2, ന്യായാധിപനായിരിക്കാതെ
സഹായിക്കാൻ അല്ലെങ്കിൽ സഹായിയായിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. 3, അനേക വിഷയങ്ങളിൽ അറിവുള്ള ആളായിരിക്കണം. 4, മറ്റുള്ളവരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. 5-ാമത്തെ പോയിന്റ്, ഒരു നല്ലൊരു അല്ലെങ്കിൽ ക്രിസ്തീയ കൗൺസിലർക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത് സ്വഭാവം നന്നായിരിക്കണം. സ്വഭാവം നന്നായിരിക്കണം. The Christian counselor should have his character, good character. സ്വഭാവം നന്നായിരിക്കണം. അപ്പോ എല്ലാ രീതിയിലും കൗൺസിലിംഗ് നല്ല രീതിയിൽ ചെയ്യാവുന്നതും കഴിവുള്ള വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ സ്വഭാവം നല്ലതായിരിക്കണം, അല്ലെ? അപ്പോ ഒരു സ്വഭാവം നല്ലതാണെങ്കിൽ ഏതൊരു വ്യക്തിയും അവരെ ഇഷ്ടപ്പെടുകയും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, പാസ്റ്ററുടെ യോഗ്യതകളെ കുറിച്ച് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു. 1 തീമോഥെയോസിലൊക്കെ പഠിച്ചു. കുറെ പോയിന്റുകൾ നമുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു, അല്ലേ? ശാന്തശീലനായിരിക്കണം, അതിഥി സൽക്കാരം, തല്ലുകാരനോ മദ്യപ്രിയനോ ഒക്കെ ഒന്നും വരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വഭാവത്തിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോ നല്ലൊരു സ്വഭാവത്തിന് ഉടമയുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനായിട്ട് ഇടയാകും. അപ്പോൾ തന്നെ നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയില്ല. നല്ല പ്രസംഗങ്ങളൊക്കെ നടത്താനായിട്ട് കഴിയും. വിഷയങ്ങൾ പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും ഒക്കെ നല്ല പ്രസംഗങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ പ്രസംഗിക്കുന്നതിനൊത്തവണ്ണം ജീവിക്കാനായിട്ട് നല്ല സ്വഭാവവും ചിട്ടയും ക്രമീകൃതമുള്ള ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അപ്പോൾ വ്യക്തിയുടെ വ്യക്തിത്വത്തിനനുസരിച്ചാണ് സ്വഭാവം രൂപപ്പെടുന്നത്. ചിലവരെ കാണുമ്പോൾ തന്നെ ആ വ്യക്തികളുടെ സ്വഭാവം എന്തായിരിക്കും അറിയാൻ പറ്റും. ചിലവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 30, 40, 50 വർഷമൊക്കെ ഒരുമിച്ച് ആയിരിക്കുന്ന അപ്പച്ചനമ്മമാർ അല്ലെങ്കിൽ അവരോട് പറയും, എനിക്ക് ഇപ്പോഴും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതൊക്കെ ചില കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള അച്ഛന്മാർ, അതുപോലെ തന്നെ കൗൺസിലേഴ്സ് പറയുന്നത് കേൾക്കപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഫാമിലി കൗൺസിലേഴ്സ് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർക്ക് വന്നിട്ടുള്ള കേസുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് കൂടെ ആയിരിക്കുന്ന വ്യക്തികൾ പോലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല പൂർണ്ണമായിട്ടല്ലേ? അപ്പോ അത് ഒരു കൗൺസിലർ നല്ല സ്വഭാവത്തിനുടമയുള്ള വ്യക്തി ആയിരിക്കണം എന്നതാണ്. അങ്ങനെയുള്ളവരുടെ മാത്രമേ എത്ര കഴിവുണ്ടെങ്കിലും ജനങ്ങൾ സഹായത്തിനും ഒക്കെ വരികയുള്ളൂ. 6-ാമത്തെ പോയിന്റ്, നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുവാൻ കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ ആശയവിനിമയം നന്നായിട്ട് നടക്കേണ്ടത് ഒരു കൗൺസിലിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെയാണ് ഹീലിംഗ് നടക്കുന്നത്. അപ്പോ ആശയം മറ്റുള്ളവരുടെ ഈ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികളുമായിട്ട് നല്ലൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തണം. അതിനുള്ള കഴിവുണ്ടായിരിക്കണം. അത് ഒരു കൗൺസിലർ കണ്ട ഉടനെ തന്നെ ആശയവിനിമയം സാധ്യമാകുകയില്ല. അതിനു വേണ്ടുന്ന കുറെ ടെക്നിക്കുകൾ, പരിഹാര മാർഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒരു നല്ലൊരു സുഹൃത്തായിരിക്കണം, സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. അവരെ നന്നായിട്ട് സ്വയം പരിചയപ്പെടുത്തണം, എന്നിട്ട് അവരെ കൊണ്ട് പരിചയപ്പെടുത്തണം. കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകണം, ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ വ്യക്തി പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവും ഉള്ളടക്കവും അതിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഫീലിങ്ങും മനസ്സിലാക്കി വേണം പ്രതികരിക്കാനായിട്ട്. അപ്പോൾ തന്നെ അവരുടെ പ്രശ്നം എന്തെന്ന് ചോദിക്കാതെ ഞാൻ നിങ്ങൾക്ക് എന്ത്
അല്ലെങ്കിൽ താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അവരെ സഹായിക്കാൻ റെഡിയാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് നൽകുക. എങ്കിൽ മാത്രമേ വ്യക്തി കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആശയവിനിമയം നന്നായി നടക്കേണ്ടത് കൗൺസിലിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത റിലക്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവക്കാർക്ക് കൗൺസിലിംഗ് പ്രവേശിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു കൗൺസിലറിന് നന്നായിട്ട് ഒരു ടോക്കിംഗ് സ്കില്ലാണല്ലേ, ചിലർക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ആശയങ്ങൾ തുറന്നു പറയിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അല്ലെ? വളരെ റിസർവ്ഡ് ടൈപ്പ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഒരു കൗൺസിലർ ആയിരിക്കാനായിട്ട് കഴിയുകയില്ല, അല്ലെ? അപ്പോ ഒരു നല്ല സംഭാഷണത്തിൽ ജ്ഞാനം, സഹായം, ആശ്വാസം, ഉന്മേഷം എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു വ്യക്തിയോട്, ചിലരോടൊക്കെ നമ്മൾ ഭാരത്തിലും വിഷമത്തിലായിരിക്കുമ്പോൾ ഒത്തിരി സമയം ഒരാളോട് നമ്മുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമാധാനം, ജീവിതത്തിൽ സന്തോഷവും ആശ്വാസവും ഒരു ഉന്മേഷവും ഒക്കെ ലഭിക്കാനായിട്ട് ഇടയാകും, അല്ലേ? ക്ഷീണിച്ചിരുന്നിട്ട് നല്ലൊരു കോഫി കുടിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? നമ്മൾ ഒരു വ്യക്തിയോട് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറെ മനസ്സിലുള്ള ഭാരങ്ങൾ മാറുമ്പോൾ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകും. അപ്പൊ അതാണ് കൗൺസിലിങ്ങിലൂടെ നടക്കേണ്ടതുമായിട്ടുള്ള ഘടകം. ഓക്കെ, കൗൺസിൽ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് അവർ ആയിരിക്കുന്ന സാഹചര്യത്തെ പറ്റിയും കൂടുതൽ നല്ല അറിവ് സംഭാഷണത്തിൽ കൂടി ഉണ്ടാകും. ഓക്കെ, സൂസമ്മ സിസ്റ്റർ ഭവനത്തിലെത്തിയായിരുന്നോ? കേൾക്കത്തില്ല. ട്രാവലിംഗിലായിരിക്കും. ഓക്കെ. ഇപ്പൊ ട്രെയിനിലാണോ, യാത്രയിലാണോ, അതോ? അല്ല, ബൈ റോഡാ വന്നത്. അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചായിരുന്നു. ഓക്കെ, എനിവേ, എടുത്ത റിസ്കിന് നന്ദി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പോ നന്നായിട്ട് ഇതുവരെ പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടെന്ന് തോന്നുന്നു. മനസ്സിലായായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 6ാമത്തെ പോയിന്റ് ആണ് ഒരു നല്ല കൗൺസിലറിന് വേണ്ട അത്യാവശ്യം 6ാമത്തെ ക്വാളിഫിക്കേഷൻ ആണ് നന്നായി സംസാരിക്കാനായിട്ട്, ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് യേശുക്രിസ്തു നല്ലൊരു റോൾ മോഡലാണ്. എല്ലാ കാര്യങ്ങൾക്കും യേശുക്രിസ്തുവാണ് നമുക്ക് റോൾ മോഡൽ. അപ്പോൾ ജനങ്ങളോട് സംഭാഷണം നടത്തിയപ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയായിരുന്നു കർത്താവ് ഉപയോഗിച്ചത്, അല്ലേ? കൃഷിക്കാരോട് കൃഷിയെക്കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞ് സ്വർഗരാജ്യത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വിതയെക്കുറിച്ചും അതുപോലെ തന്നെ കടുകുമണിയെക്കുറിച്ചുള്ള ഉപമകൾ പറയുവാനും അതിലൂടെ അവർക്ക് സ്വർഗരാജ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെടാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷൻ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് സ്വർഗരാജ്യത്തെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ സംഭാഷണത്തിൽ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ, നല്ലൊരു സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ കഴിവ് ഉള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കക്ഷിയെ കൊണ്ട് തുറന്ന് പറയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തന്നെ വാചാലരാകാതെ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ തന്നെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിരിക്കാതെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തിയെ കൊണ്ട് കൂടുതലായിട്ട് പറയിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള അവസരം കൊടുക്കുക, സമയം കൊടുക്കുക. ചിലപ്പോൾ പറഞ്ഞു തുടങ്ങാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. നമ്മൾ നിശബ്ദരായി അവരുടെ കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുകയും തുറന്ന് പറയാനായിട്ടൊരു പ്രചോദനം നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർ ഓക്കെ. അപ്പോൾ നല്ലൊരു സംഭാഷണത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും വളർച്ചയും ആശ്വാസം തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാവുകയും
സംഭാഷണം ശരിയായി ശ്രദ്ധിക്കപ്പെടുകയും ആ ചർച്ചയിൽ തങ്ങളുടേതായ സംഭാവന ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സംഭാഷണ രീതിയിൽ നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാകും, നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകും, നമുക്ക് അറിയേണ്ടുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഒരു ആശ്വാസം നൽകി, ഒരു കംഫർട്ട് നമുക്ക് ലഭിക്കും, തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു നല്ലൊരു സംഭാഷണം അല്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലർ നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അടുത്ത 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ശ്രോതാവായിരിക്കണം. ഗുഡ് കൗൺസിലർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ശ്രോതാവായിരിക്കണം. സദൃശ്യവാക്യം പ്രോവർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് 13. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പതിനെട്ടിന്റെ 11 13 18-ന്റെ 13. കേൾക്കും മുമ്പ് ഉത്തരം പറയരുതെന്നൊരു വാക്യമാണ്. അതിലാണോ 18-13? ഒന്ന് ശ്രദ്ധിക്കും. 18 വേഴ്സ് 13. അതാ, കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായി തീരുന്നു. ആ വാക്യമാണല്ലോ. Okay, he who gives an answer before he hears, it is folly and shame to him. അപ്പോൾ കേൾക്കും മുമ്പ് ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് he should have a listening capacity. അപ്പോൾ ലിസണിങ് പവർ, ഒരു നല്ലൊരു ശ്രോതാവായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ പേർക്കും പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ സഭയിൽ 50, 100, 200 വിശ്വാസികളുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ദേവദാസന്, ആ ശുശ്രൂഷന് ചിലപ്പോ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും, അല്ലേ? അപ്പോൾ എങ്കിലും ഒരു കൗൺസിലർ എന്ന നിലയിൽ കൗൺസിലിംഗ് രീതിയിൽ ആയിരിക്കുമ്പോൾ അവരെ കൊണ്ട് പറയിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു കക്ഷി തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെയാണ് ഒരു ഹീലിംഗ് നടക്കുന്നത്. അതുകൊണ്ട് വ്യക്തി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കുകയും, അപ്പോൾ തന്നെ നമ്മൾ കൗൺസിലിംഗ് ടെക്നിക്ക് പഠിച്ചതുപോലെ അവരുടെ സംസാരം മാത്രമല്ല, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. സംസാരവും ആംഗ്യ ഭാഷകളും, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്, ലാംഗ്വേജ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ക്രിസ്ത്യാനികളെ കുറിച്ച് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടല്ലേ, അവരാരും കേൾക്കുന്നവരല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരാണ്. പക്ഷേ ഒരു ക്രിസ്തീയ കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ അത് മാറ്റിയെടുക്കണം. വിശ്വാസികളെ നമ്മൾ അവരുടെ പ്രയാസങ്ങളെ നമ്മൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലേ? അങ്ങനെ ചില പേരുകൾ നമുക്കുണ്ടല്ലേ. ഒത്തിരി സംസാരിക്കുന്നവരാണ്, അവരൊന്നും കേൾക്കുന്നവരല്ല. അത് കല്യാണ വീടാണെങ്കിലും മരണ വീടാണെങ്കിലും ഹൗസ് വാമിംഗ് ആണെങ്കിലും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരൊക്കെയാണെന്നൊക്കെ. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലേ? സുവിശേഷം എവിടെ കിട്ടിയാലും സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞല്ലേ. സകല ജാതികളോടും സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവീനെന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനാണ്. ഒരു കൗൺസിലർ നല്ലൊരു ശ്രോതാവായിരിക്കണം. ഒരു നല്ലൊരു ശ്രോതാവാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതില് നല്ലൊരു ശ്രോതാവാകാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. There are some reasons why we have to be a good listener. നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധ ലഭിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയുടെ
കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയുടെ കണ്ണുകളെ സൂക്ഷിച്ചു നോക്കണം. കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കണം. എന്നാൽ തറപ്പിച്ചു നോക്കരുത്. അപ്പോ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അവര് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ, ആ ശ്രദ്ധ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകളിൽ നമ്മൾ നോക്കി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. അപ്പോൾ തന്നെ നോക്കുമ്പോൾ അവർക്കൊരു അരോചകത്വമായി തോന്നരുത് എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് നോക്കരുത്. അത് ആ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാനായിട്ടിടയാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോ കൗൺസിലിങ്ങിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കരുതെന്നല്ലയോ, എങ്ങനെ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോൾ തന്നെ 3 തരം ചോദ്യങ്ങളുണ്ട്. There are 3 kinds of questions. ഒന്ന് അടഞ്ഞ ചോദ്യങ്ങൾ, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. 2 തുറന്ന ചോദ്യങ്ങൾ, ഓപ്പൺഡ് ക്വസ്റ്റ്യൻസ്. 3 പിന്തുടരുന്ന ചോദ്യങ്ങൾ, the question which is followed questions. അടഞ്ഞ ചോദ്യങ്ങൾ, തുറന്ന ചോദ്യങ്ങൾ, പിന്തുടരുന്ന ചോദ്യങ്ങൾ. അപ്പോ ഇതിന്റെ വ്യത്യാസങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഈ ഒന്നാമത് പറഞ്ഞ രീതി അല്ലെങ്കിൽ അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആര്, എവിടെ, എപ്പോൾ എന്നതായിരിക്കും. അപ്പോൾ ശരിയായ വസ്തുതകളായിരിക്കും മറുപടിയായി കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടഞ്ഞ ചോദ്യങ്ങൾ. ആര് എന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സാക്ട്ലി ആ വ്യക്തിയുടെ പേര് പറയണം, അല്ലെ, അല്ലെങ്കിൽ ആരെന്നുള്ളത് പറയണം. എവിടെ എന്ന് പറയുമ്പോൾ ആ സ്ഥലം നമ്മൾ പറഞ്ഞിരിക്കണം. എപ്പോഴെന്ന് പറയുമ്പോൾ ആ ടൈം. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ആൻസർ ഇല്ല. അതൊക്കെ ഒരു അടഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ ചിലപ്പോഴൊക്കെ ഈ കൗൺസിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉളവാക്കും. അപ്പൊ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് തുറന്ന ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ഇത് അവരെ കൂടുതൽ സംസാരിക്കുവാൻ ഉതകുന്നതാണ്. അപ്പൊ ഈ കൗൺസിലിംഗിൽ ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ പ്രചോദനമാകും. തുറന്ന ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇത് കൗൺസിലിങ്ങിന് പ്രചോദനകരമാകുന്ന ചോദ്യങ്ങളാണ്. ഇനി മൂന്നാമത് പിന്തുടരുന്ന ചോദ്യങ്ങൾ, അതായത് കൂടുതൽ അറിയാനുള്ള താല്പര്യത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇതും കൗൺസിലിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവർ ചിന്തിക്കും, എന്തിനാ ഞാൻ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഒരു അന്വേഷണം ഈ കൗൺസിലർക്ക് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ പറയണമെന്നില്ല, സ്റ്റോപ്പ് ആകും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോൾ പിന്തുടരുന്ന ചോദ്യങ്ങളായിരിക്കണം. എന്താ അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ട് എന്നുള്ളതായിരിക്കണം. ഓക്കെ. മൂന്നാമതായി ശ്രദ്ധിക്കുവാൻ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് അവകാശം അനുവദിക്കുക. അവകാശം അനുവദിക്കുക എന്ന് പറയുമ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ സംസാരിച്ച് തീരുന്നത് വരെ ക്ഷമാപൂർവം ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അവരെ സംസാരിക്കാനായിട്ട് അനുവദിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഇടയ്ക്കേറി സംസാരിക്കുകയോ അല്ലെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ കയറി വിഷയം മാറ്റുകയോ ചെയ്യരുത് എന്നുള്ളതാണ് അവിടെ വ്യക്തിക്ക് അവകാശം നൽകുക, അനുവദിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വ്യക്തി നമ്മുടെ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ ആ വ്യക്തിക്കാണ് പ്രാധാന്യത. പറയുന്ന പ്രശ്നങ്ങൾക്കോ പറയുന്ന കാര്യങ്ങൾക്കോ അല്ല പ്രാധാന്യത നൽകേണ്ടത്. വ്യക്തിക്ക് പ്രാധാന്യത നൽകി ഈ പറയപ്പെടുന്ന പ്രയാസങ്ങൾ എങ്ങനെയാണ് വ്യക്തിയെ കൂടുതലായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത്
അതിനാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. ഒരിക്കലും പ്രസന്റിങ് പ്രോബ്ലം മെ നോട്ട് ബി എ കൗൺസിലിംഗ് പ്രോബ്ലം. അവർ പറയുന്ന കാര്യമായിരിക്കുകയില്ല ഒരിക്കലും കൗൺസിലിങ്ങിന് ഉള്ള വിഷയം, അല്ലെ? അപ്പോൾ ചിലർ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു വ്യക്തി പറയും, ഈയിടെയായിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലായ്മയാണ്, ഒരു എല്ലാത്തിനും ഒരു അലസത ഞാൻ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതായിരിക്കത്തില്ല ഒരിക്കലും കൗൺസിലിംഗ് പ്രോബ്ലം. അതിന്റെ പിന്നിലുള്ള കാര്യം, ഈ അലസതയ്ക്കുള്ള കാര്യം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ ആ വ്യക്തിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അലസതയോടുകൂടെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ ഭവനാന്തരീക്ഷത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ പഠനത്തെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അവർ നമ്മോട് പറയുന്നത്, എന്തോ ഒരു അലസതയാണ്, എല്ലാത്തിനും ഒരു മടി, ആരാധനയ്ക്കോ മടി, പ്രാർത്ഥിക്കാൻ ഒരു മടി, അല്ലേ? അപ്പൊ മൂന്ന് പോയിന്റ് 4 പോയിന്റ് ആയി അല്ലെ? 3 പോയിന്റ് ആയി. കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് സാവകാശം അനുവദിക്കുക. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ ശ്രദ്ധിക്കാനായിട്ട് ഉതകുന്ന 4ാമത്തെ കാര്യം, കൗൺസിലിൽ പറയുന്ന കാര്യങ്ങൾക്ക് സൗമ്യതയോടുകൂടെ മറുപടി പറയുക. സൗമ്യതയോടുകൂടെ മറുപടി പറയണം. ചിലപ്പോൾ കൗൺസിലിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക്, പക്ഷെ ഒരു കൗൺസിലിംഗ് രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യത കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവരെ സംബന്ധിക്കുന്ന വിഷമകാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മോടും ദേഷ്യപ്പെടുന്നിരിക്കാം, പക്ഷെ അത് ഹീലിംഗ് നടക്കുന്നതിന്റെ ഒരു പ്രത്യേകത, അത് ഹീലിംഗ് നടക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. ഞാൻ ഒത്തിരിയുടെ ഒരു ഉദാഹരണം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ നേഴ്സുമാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നേഴ്സിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡിൽ? ഓക്കെ, സൂസൻ ആന്റി ഉണ്ടല്ലേ? അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടുണ്ടായിരിക്കാം. ഒരു രോഗി, അല്ലെ കയ്യിലോ കാലിലോ മുറിവ് വെച്ച് ഒരു രോഗി വന്നു, അല്ലെ, ഒരു വ്യക്തി വന്നു. അപ്പോ നല്ലൊരു നേഴ്സാണ്, അല്ലെങ്കിൽ നേഴ്സാവുമ്പോൾ നമ്മൾ അതിന്റെ മുറിവ് നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതല്ലേ, അല്ലേ? അതിനെ ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുറിവിന്റെ വേദന ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു വേദന അവർക്ക് ഉണ്ടാകും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് ഈ നേഴ്സിനോടും ദേഷ്യം ഉണ്ടാകും, ഡോക്ടറോടും ദേഷ്യം ഉണ്ടാകും, അല്ലേ? ചിലപ്പം ഒന്നും വിളിക്കാൻ, ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് പല്ലൊക്കെ കടിച്ചു പിടിച്ച് കൈയൊക്കെ മുറുക്കി പിടിച്ചിരിക്കും, അല്ലേ? പക്ഷെ അത് അങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരു നേഴ്സ് ആ വ്യക്തിയോട് ദേഷ്യപ്പെടുവോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്, അല്ലേ? അതുപോലെ അതൊരു ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ വികാരപരമായിട്ടുള്ള, അവർക്ക് അനുഭവപ്പെടുന്ന വേദന ഉളവാക്കിയ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ചിലപ്പോൾ കൗൺസിലറിനോടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കൗൺസിലർ എന്ന നിലയിൽ ആ വ്യക്തി പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെ, ചിലപ്പോൾ ഇമോഷണൽ ആയിട്ട്, ചിലപ്പോൾ ലിറ്ററലി കരയും. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യക്തി എന്റെ ഫ്രണ്ട് ഇരുന്ന് കരയുന്നല്ലോ എന്ന് ലാഘവത്തോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ വിഷമം കൂടത്തേ ഉള്ളൂ. അതാ ഞാൻ. ഇനി 5ാമത്തെ കാര്യം, അപ്പൊ അങ്ങനെയുള്ളവരുടെ സൗമ്യതയോടുകൂടി മറുപടി പറയുന്നത്. അടുത്ത 5ാമത്തെ കാര്യം, മുഖഭാവം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. മുഖഭാവം കൊണ്ട് വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ബോധ്യം വരുത്തണം.
അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കണം? ഒരു വ്യക്തി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോ ഒരു വ്യക്തി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടോ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ആശയം അല്പസമയം നിൽക്കും, പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ആവും അല്ലേ? ഫോണിലൂടെ തന്നെ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതെ ആ എന്നുള്ളൊരു മൂണലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ, ലൈൻ കട്ടായോ എന്നൊക്കെ ചോദിക്കും അല്ലേ? നമുക്ക് തന്നെ സംസാരിക്കാനായിട്ടൊരു ഇത് വരും. അപ്പോ വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുമ്പോൾ തല കൊണ്ട് തല ആട്ടിയോ അല്ലെങ്കിൽ അതെ എന്നോ നമ്മൾ പ്രതികരിച്ചു കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം അവർക്കുണ്ടായാൽ തീർച്ചയായിട്ടും അവർ ഹൃദയങ്ങൾ തുറക്കാനായിട്ടിടയാണ്. ഹൃദയം തുറന്നു കഴിഞ്ഞാൽ, അവർ ഓപ്പൺ ഹാർട്ടഡ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഹീലിംഗ് നടക്കുമെന്നുള്ളത്. അപ്പോ ഒരു കൗൺസിലർ ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ള സഹിഷ്ണുത ഒരുവനുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് വളരെ വിജയമായി തീരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുവാനായിട്ടുള്ള 6 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ അല്ലേ? 5 കാര്യങ്ങൾ. അപ്പോ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു നല്ല ശ്രോതാവാകാൻ വേണ്ട ചില മാർഗങ്ങളുണ്ട്. അതായത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ 7 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു ക്രിസ്തീയ കൗൺസിലർ ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ. ഈ 7 പോയിന്റിലും ചില പോയിന്റുകളിൽ നമ്മൾ സബ് പോയിന്റ് ആയിട്ട് കുറെ പോയിന്റ് നമ്മൾ ചിന്തിച്ചു. ഓക്കെ, ആ പോയിന്റുകൾ ഒന്നുകൂടെ ഒരാൾക്ക് പറയാവോ? 1-2 പേർക്ക് അത് പറയാവോ? കൗൺസിലർ, ഒന്നാമത്തെ പോയിന്റ്, ഒരു കൗൺസിലർ പക്വത ഉള്ള വ്യക്തിയായിരിക്കണം അല്ലെ? രണ്ടാമത്തത് സബ് പോയിന്റുകളൊന്നും പറയണ്ട. ന്യായാധിപനായിരിക്കാതെ സഹായിയായിരിക്കുക. സഹായിയായിരിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. അനേക വിഷയങ്ങളിൽ അറിവുള്ളവരായിരിക്കണം. ആളായിരിക്കണം. ഓക്കെ. 4-മത്തേത് എല്ലാവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ളവനായിരിക്കണം. 5-മത്തേത് സ്വഭാവം നന്നായിരിക്കണം. 6-മത്തേത് നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. 7-മത്തേത് നല്ലൊരു ശ്രോതാവായിരിക്കണം. നല്ലൊരു ശ്രോതാവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ ഇത് ഒരു സ്കില്ല്, നമ്മൾ ഇത് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനുള്ള കഴിവും ദൈവം നൽകാനായിട്ടിടയാകും. ഓക്കെ, ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റുകൾ ഒന്നുകൂടെ ആവർത്തിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമുക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.